ആസ്വാദനക്കുറിപ്പിലേക്ക്. ഭൂമിയുടെ മക്കൾ. പ്രശസ്ത ബാലസാഹിത്യകാരനും ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനുമായ പി. മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാസമാഹാരത്തിലെ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പലതരം പൂക്കളെക്കുറിച്ച് ഈ കവിതയെ വർണ്ണിച്ചിരിക്കുന്നു. സൂര്യൻ്റെ വെയിലിൽ വളർന്ന മുക്കുറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുക്കുറ്റിയുടെ നിറം സൂര്യൻ്റെ നിറത്തിന് സാദൃശ്യം പറയുന്നതായി മനസ്സിലാക്കാം. നിലാവിൻ്റെ നിറമുള്ള തുമ്പപ്പൂവും സന്ധ്യാസമയം ആകാശത്തിൻ്റെ നിറം എങ്ങനെയാണോ അതുപോലെ ഭംഗിയുള്ള ജമന്തിപ്പൂവും വേലിയിൽ മഞ്ഞ നക്ഷത്രം പോലെ നിൽക്കുന്ന മഞ്ഞ നിറമുള്ള കോളാമ്പിപ്പൂവും അന്തരീക്ഷത്തിലേക്ക് സുഗന്ധം പരത്തുന്ന പനിനീർ പുഷ്പവും രാത്രി വിടരുന്ന മുല്ലയും രാജാവിൻ്റെ മുദ്ര അണിഞ്ഞു നിൽക്കുന്ന ചെന്താരുപ്പൂവും കുങ്കുമപ്പൊട്ടുപോലെ ഭംഗിയുള്ള വാടാമുല്ലപ്പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി കാണാൻ എന്ത് രസമാണ്. പൂക്കൾ ഭൂമിയുടെ മക്കളായി എന്നും ജനിച്ചു വീഴുന്നു. മിഴികളിൽ നീലാകാശമുള്ള പൂക്കൾ എന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെ വലിപ്പവും സൗന്ദര്യവും ചെറിയ പൂവിൻ്റെ ഉള്ളിൽ പ്രതിഫലിക്കുന്നു. മഞ്ഞു തുള്ളികൾ വീണ് പൂക്കൾ കൂടുതൽ മനോഹരമാകുന്നു. എത്ര ചൂട് വന്നാലും ഏത് കൂരിരുട്ടിലും പൂക്കൾ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു. പൂക്കൾ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. പരുക്കൻ പാറയും കല്ലും മണ്ണിൻ്റെ നനവും ചെടിയുടെ പച്ചപ്പും എല്ലാം ചേർന്ന ഭൂമിയുടെ സ്വപ്നമായി പ്രതീക്ഷകളായി പൂക്കളെന്നും നമുക്കൊപ്പം ഉണ്ടാകും. മക്കളെക്കുറിച്ച് അമ്മമാർ കാണുന്ന സ്വപ്നങ്ങൾ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പ്രതീക്ഷകൾ നൽകുന്നു എന്ന ചിന്തയും ഇതിൽ നിന്ന് നമുക്ക് ദർശിക്കാനാകും. ഈ കവിതയിലെ ഓരോ വരികളിലും ഓരോന്നിനെക്കുറിച്ച് വർണ്ണിക്കുന്നു. മണ്ണിൻ്റെ കിനാവുകൾ മാതാപിതാക്കളുടെ കിനാവ് പോലെയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഇതിനെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായിട്ട് പല കാര്യങ്ങളും കണ്ടെത്തുക, ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.